ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട്സായ നിധിനും അനഘയും വരണുണ്ടായിരുന്നു. അപ്പം അവരിനി ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വ്ളോഗിൽ. ഹലോ ഗൈസ്. പിന്നെ നമ്മൾ സ്ഥിരം കയറുന്ന നമ്മുടെ സ്ഥലത്ത് ഒരു ചായയൊക്കെ കുടിക്കാൻ നമ്മൾ കയറി. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ചായ കുടിയിൽ തുടങ്ങിയ സംസാരം അങ്ങനെ പൊറോട്ടയിലും ബീഫിലുമാണ് അവസാനിച്ചത്. പുറത്ത് നല്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ പുറത്തിരുന്നിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ പുറത്ത് നല്ല തണുപ്പായിരുന്നു ഈ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. പക്ഷെ പുറത്ത് നല്ല തണുത്ത കാറ്റായിരുന്നു, നമുക്കൊട്ടും സഹിക്കാൻ മേലായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഓടി നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറാൻ വേണ്ടി പോകുമായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് വന്നിട്ട് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഇരുന്നു. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ദേ പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന കാഴ്ചയോട്ടെ കാണുന്നത്. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കളിക്കാൻ പോയി. പിന്നെ ആ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാനും എനിക്ക് കുറേ നാൾ കൂടിയായിരുന്നു അപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും റീൽസൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അന്നും നമ്മൾ ഇതുപോലെ 2-3 റീൽസൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനും എനിക്ക് നമ്മുടെ മേളിലുള്ള പൂൾ ഏരിയയിൽ പോയി. അപ്പോൾ അവിടെ ആകുമ്പോൾ ആരുമില്ല, സ്വസ്ഥമായിട്ട് നമുക്ക് റീൽസൊക്കെ എടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റീൽസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റീൽസൊക്കെ എടുക്കുന്ന ടൈമിൽ അവർ പിള്ളേരെ കൊണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെയുള്ള പ്ലേ ഏരിയയിലൊക്കെ പോയി അവരെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളൊരു ഡ്രൈവ് പോയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി. പിന്നെ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ കൂടെ ഡ്രൈവ് പോകാൻ ഫവാസിൻ്റെ വൈഫും മുർഷിദ ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഈവനിങ് ആയപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച കഫറ്റേരിയയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുജേറയിലോട്ടാണ് കേട്ടോ ഡ്രൈവ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. ഒരു പാർക്ക് പോലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ രാത്രിയിൽ അന്നത്തെ ആ ഒരു ക്ലൈമറ്റും ഒക്കെ വെച്ചിട്ട് ആ ഒരു വഴി നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. പാർക്കിലൊക്കെ കുറേ നേരം നമ്മൾ നടന്ന് കണ്ട് ക്ഷീണിച്ച് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. പിന്നെ നമുക്ക് ഈ കോർഫക്കാനിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത് ഈ റോഡ് സൈഡിലുള്ള ഈ ഒരു വാട്ടർഫോൾ. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ്. എന്നാൽ പോലും ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഇത് ഇറങ്ങി കണ്ടിട്ടുള്ളതാണ് പല പ്രാവശ്യം ഇവിടെ വന്നപ്പം. പിന്നെ അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് കണ്ടങ്ങ് പോയതേ ഉള്ളൂ, നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. ഇതാണ് ഡിബയിലുള്ള അൽ ഹമൂർ റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മളന്ന് ഡിന്നർ കഴിക്കാൻ വന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. അതാണ് ഇവിടുത്തെ സ്പെഷ്യലും. പിന്നെ ഇവിടെ അകത്തും നമുക്ക് ഡൈനിങ് ഉണ്ട്, അകത്തും ഇരിക്കാൻ. പിന്നെ ഇതുപോലെ പുറത്തും ഇങ്ങനെ ഇരിക്കാം. നമ്മൾ ചെന്നപ്പോഴേ നേരെ പുറത്തിരിക്കുന്നിടത്തോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നല്ല രസമാണ്, തൊട്ടടുത്ത് കായൽ പോലെയൊക്കെ നമുക്ക് കാണാമല്ലോ. അവിടെ നല്ല രസമാണ്. ആ സമയത്ത് നല്ല തണുത്ത കാറ്റും ഭയങ്കര തണുത്ത നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. ചെന്നപ്പോഴേ നമ്മൾ ആദ്യം ചായ കേട്ടോ ഓർഡർ ചെയ്ത്. ആ തണുത്ത ക്ലൈമറ്റിൽ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ.
അങ്ങനെ നല്ല രസമായിട്ട് അവിടെ ഇരുന്ന് വരുമായിരുന്നു. പക്ഷെ തണുപ്പ് കുറേശ്ശെ നല്ലപോലെ കൂടാൻ തുടങ്ങിയപ്പം നമുക്കൊട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ പതുക്കെ പിള്ളേരെയൊക്കെ ആയിട്ട് നമ്മൾ പതുക്കെ അകത്തേക്ക് കയറി കേട്ടോ. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം 3 ഫിഷ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു അതിൻ്റെ പേരെന്നൊക്കെ ഞാൻ മറന്നുപോയി. കാരണം ഇത് കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരും ആ ഡിഷ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാട്ടോ പോയത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോഴും ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ ചുമ്മാ അപ്പാർട്ട്മെൻറ്റ് താഴെയുള്ള ആ ഒരു ഏരിയയിലൊക്കെ ചുമ്മാ വന്നിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ വീണ്ടും നമ്മളൊരു റീൽ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഈ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. ഇതൊക്കെ കുറേ നാൾ മുമ്പേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോൾ അവർ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ മൺഡേ ആണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിരം സ്ഥലത്ത് കയറി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു വീക്കെൻഡ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം ഓക്കെ, ബൈ.